പൊങ്കാലയിട്ടു. നന്നായിട്ട് എല്ലാം നടന്നു തിളച്ചു തൂകി. സന്തോഷം. കിഴക്കല്ലേ അമ്മ? കിഴക്ക് ഭാഗം. ആ 4 പേരുടെയും കിഴക്ക് ഭാഗത്താ തൂകിയത്. സ്ഥിരമായിട്ട് 18 വർഷമായിട്ട് പൊങ്കാല ഇടുന്നുണ്ട്. ആദ്യമായിട്ട് ഇത്ര അടുത്തിടുന്നത്. അതിന് സന്തോഷത്തിലായിരുന്നു. ഫസ്റ്റ് ടൈമായിട്ട് ആദ്യമായിട്ടാണ് ഞാൻ പൊങ്കാല ഇടുന്നത്. ഭയങ്കര സന്തോഷം. ദേവിയുടെ നടക്ക് അടുത്ത് തന്നെ ഇടാൻ കിട്ടിയത് ഭയങ്കര സന്തോഷം. പിന്നെ ഗൗരി വന്ദനത്തിലെ സന്തോഷേട്ടനാണ് ഞങ്ങൾക്ക് ഇവിടെ എല്ലാം അറേഞ്ച് ചെയ്ത് തന്നത്. ഒത്തിരി സന്തോഷം. ഇല്ല, എന്റെ ആദ്യത്തെയാണ്, എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പൊ അതിന്റെയാണ് ഒരു വെപ്രാളവും ഒക്കെ കാണുന്നത്. ഒരുപാട് സന്തോഷം. ഇവിടെ ദേവിയുടെ അടുത്ത് തന്നെ ഇടാൻ പറ്റി. ഞാൻ കുറെ വർഷമായിട്ട് വരുന്നതാണ്, പക്ഷെ ഇതുവരെ പൊങ്കാല ഇടാൻ സാധിച്ചിട്ടില്ല. എന്നാലും ഒരുപാട് സന്തോഷം. അമൃതയുടെ അമ്മയാ. അമൃതയുടെ അമ്മയാ. 18 വർഷം കൊണ്ട് ഇടുന്നുണ്ട്. പിന്നെ ആദ്യമായിട്ടാണ് ദേവിയുടെ നട ഇത്ര അടുത്ത് ഇടാൻ പറ്റുക. അതിൽ ഭയങ്കര സന്തോഷം. ഇത് എന്റെ 24 വർഷമൊക്കെ കഴിഞ്ഞു. 2000 മുതലേ ഇടും. സ്ഥിരമായിട്ട് ഇവിടെ തന്നെയാണ് വന്നിടുന്നത്. ഒരുപാട് സന്തോഷത്തിലാണ് ഇന്ന്. ഒരുപാട് ദിവസമായി കാത്തിരുന്ന ആ ദിവസം നമുക്ക് അർപ്പിച്ചതിന്റെ സന്തോഷത്തിലാണ് നിൽക്കുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. ഇഷ്ടകാര്യം അതമ്മ എപ്പോഴും നമ്മളെ വിശ്വാസം ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അമ്മ എല്ലാ കാര്യങ്ങളും നടത്തി തരാറുണ്ട്. ഈ പൊങ്കാല ദിവസം നമ്മൾ അമ്മയ്ക്ക് വേണ്ടി നമ്മളായിട്ട് നടത്തുകയാണ്. അതിലൊരു റെക്കമെൻഡേഷനോ അല്ലെങ്കിൽ അമ്മ ഇത് ചെയ്തു തന്നുകൊണ്ടോ അങ്ങനെയല്ല. അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഈ ദിവസം നമ്മൾ നിവേദ്യം നേരിട്ട് കൊടുക്കുന്ന ഒരു പ്രതീതിയാണ്. ആ മനസ്സിന്റെ സന്തോഷമാണ്. സ്ഥിരമായിട്ട് കുറെ വർഷങ്ങളായിട്ട് പൊങ്കാല ഇടുന്നുണ്ട്. ഇന്നലെ ഞാൻ ഒത്തിരി വിഷമിച്ചു. എനിക്ക് ഷൂട്ടുണ്ടായിരുന്നു. അപ്പൊ പൊങ്കാല ഇടാൻ വരാൻ പറ്റില്ല എന്ന് വിചാരിച്ച് ഒത്തിരി വിഷമിച്ചു. ഞാൻ അമ്മയെ പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ എല്ലാ വർഷം ഇടുന്നതാണ്. അത് മുടങ്ങി പോകുമെന്ന് പ്രാർത്ഥിച്ചു. കറക്റ്റായിട്ട് അമ്മേനെ ഇവിടെ കൊണ്ടെത്തിച്ചു. ഭയങ്കര തിരക്കല്ലായിരുന്നു. രാത്രിയിൽ ഞാൻ ഇങ്ങോട്ട് ഷൂട്ട് കഴിഞ്ഞ് വരുമ്പോൾ 10-11 മണിയും കൊണ്ടായി. പക്ഷെ എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചു. എനിക്കിന്ന് പൊങ്കാല ഇടാൻ പറ്റി. ഇനി അടുത്ത വർഷത്തേക്ക് വേണ്ടി കാത്തിരിക്കുവാണ്. പൊങ്കാല ജീവിച്ചിരിക്കുന്ന നാട് മൊത്തം ഇടണമെന്നാണ് ആഗ്രഹം. അമ്മ അവിടെ കൊണ്ടെത്തിക്കട്ടെ എന്ന്. പതിവായിട്ട് പൊങ്കാല ഇടാറുണ്ടോ? എന്താണ് അനുഭവം? പതിവായി പൊങ്കാല ഇട്ടിരുന്നു കുറച്ച് വർഷത്തോളം. ഇപ്പൊ ഈ കോവിഡിന് ശേഷം ഒരു 4-5 കൊല്ലമായിട്ട് ബ്രേക്ക് ആയിരുന്നു. അപ്പം ഈ വർഷം തൊട്ടിട്ട് വീണ്ടും ഇടാൻ സാധിച്ചു. ദേവിയുടെ സഹായം. എന്താണ് അനുഭവം? അനുഭവം ദേവിയോടുള്ള ഒരു ഇഷ്ടം, പിന്നെ പ്രാർത്ഥന. അത് മാത്രമല്ല എല്ലാവിധ ഐശ്വര്യത്തിനും വേണ്ടി ഇടുന്നതാണല്ലോ പൊങ്കാല. അപ്പം ദേവിയോട് നന്നായി പ്രാർത്ഥിക്കുന്ന ഓരോ വർഷം പൊങ്കാല ഇടാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു. അതിന് ദേവി അനുഗ്രഹിക്കുന്നു. ഈ പ്രാവശ്യം പൊങ്കാല ഇട്ടു. വലിയ സന്തോഷം. ഇത്രയും അടുത്ത് ഒന്നാമത്തെ ക്ഷേത്രത്തിനടുത്ത് തന്നെ പൊങ്കാല ഇടാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യം. അതുകൊണ്ട് ഇവിടെ ഇത്രയും അടുത്ത് ഗൗരി വന്ദനത്തിന് സൗകര്യം കിട്ടി. പൊങ്കാല ഇട്ടു. ദേവിക്ക് ഒരുപാട് നന്ദി.